നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള തക്കാളി കറി. ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ പെട്ടെന്നൊക്കെ നമുക്കൊരു നേരമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സാധനമാണ് തക്കാളി കറി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺകല എടുത്തിട്ടുണ്ട്. മൺകല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കലം ചൂടായിട്ട് ഞാൻ അതിലേക്ക് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാനൊരു 4-5 ചെറിയ വെളുത്തുള്ളി അല്ലി അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്താൽ മതി. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ഒരു 2-3 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് നമ്മൾ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ പൊളിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒരു 3-4 സെക്കൻഡ് മാത്രം മതി. അധികം കൂടുതൽ നേരം വഴറ്റുന്ന കാര്യമില്ല. അത്ര ആകുമ്പോഴേക്കും നമുക്ക് ഒരു വലിയ സബോള, വലിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഒരു സവോള മതി, വലുത് ഒരു സവോള, ചെറുതാണെങ്കിൽ 2 എടുക്കാം. നമ്മുടെ സവോള വഴറ്റുന്നതോടൊപ്പം നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ നമുക്ക് സവോള വഴന്ന് കിട്ടും. ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ, വല്ലാതെ ഗോൾഡൻ കളറിലേക്കൊന്നും ആവണ്ട, നല്ലപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ സവോളയൊക്കെ അത്യാവശ്യം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടിയാൽ മതി. ഇങ്ങനെ വല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ ഷെയ്ഡിലേക്കോ അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡിലേക്കോ ഒന്നും വരേണ്ട കാര്യം. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ നമുക്ക് ഇത്രയും മതി, മസാല ഇത്രയും മതി. അതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. വല്ലാതെ വഴറ്റേണ്ട കാര്യമില്ല. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് വിട്ടു പോകുന്നത് വരെ മാത്രം ഒരു 2-3 സെക്കൻഡ് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു 3 തക്കാളി, ഞാൻ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്, തീരെ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് വഴറ്റുക. അധികം വേണ്ട, ഉടയേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഒന്ന് ഒരു 2-3-4 സെക്കൻഡ് ഒന്ന് ഇതുപോലെ ശരിക്കും മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തീ കുറച്ച് കൂട്ടി കൊടുക്കുക. നമുക്കൊരു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നല്ല തിള വരുമ്പോൾ നമുക്കിതൊന്ന് മൂടിയിട്ട് വേവിക്കാം. മൂടിയിട്ടിട്ട് നമുക്കൊരു 6-7 മിനിറ്റോളം നമുക്കൊന്ന് മൂടിയിട്ടിട്ട് വേവിക്കണം. ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അപ്പൊ അതിനായിട്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് വലിയ ജീരകം, അതായത് പെരുംജീരകം ഇട്ട് കൊടുക്കുക. ഇതോടൊപ്പം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ 1/4 ടീസ്പൂൺ അവിടെ ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഇതിൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ തേങ്ങ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ലതുപോലെ അരച്ചെടുക്കണം നമുക്ക്. അപ്പൊ നമുക്ക് ഇനി കറി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ ഓൾറെഡി അത് വെന്ത് റെഡി ആയിട്ടുണ്ടാവും. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ രീതിയിലായി കിട്ടിയാൽ മതി. ഇപ്പൊ ഇതിനകത്ത് വെള്ളം നമ്മൾ നേരത്തെ വെച്ചതിനേക്കാൾ ഒരു വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി വെള്ളം കൂടുതലാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തിളപ്പിക്കാം. ഞാനപ്പോൾ ഒഴിച്ച വെള്ളം കറക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ ഒഴിച്ച് ഇതുപോലെ മിക്സിയിൽ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേരത്തെ കറി വെള്ളത്തിൽ ലൂസ് ആണെങ്കിലും തേങ്ങ ചേർക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അധികം കുറേ നേരം ഇട്ടിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി നമുക്ക് തക്കാളിയൊക്കെ വെന്തതാണ്. അപ്പോൾ ഒരു 3 മിനിറ്റ് ഒന്ന്
നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് അതിൻ്റെ ഇത്രയും മതി. ഒരു 3 മിനിറ്റ്, മാക്സിമം 4 മിനിറ്റ്, അതിൽ കൂടുതൽ നിങ്ങൾ തിളപ്പിക്കരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് മതി, കൂടുതൽ തീയും വെക്കണ്ട. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ഇനി മുളക്, അപ്പോൾ അതിന് ഉള്ളിയും നമുക്ക് കടുകൊന്ന് പൊട്ടിച്ച് കാച്ചാനുണ്ട്. അപ്പോൾ നമുക്ക് കറി കാച്ചാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ചേർത്ത് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയ വറ്റൽ മുളക് 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ട് നമുക്കിത് ഈ താളിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നേരത്തെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. താളിപ്പ് കംപ്ലീറ്റ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, താളിച്ചിട്ടുണ്ട്. താളിപ്പ് നിങ്ങൾക്ക് 2-3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് മിക്സ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് കഴിക്കുന്ന നേരത്ത് മിക്സ് ചെയ്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നല്ല ടേസ്റ്റുള്ള സാധനമാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്, ബാച്ചിലേഴ്സിനായാലും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊരാൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും തിരക്കുള്ളപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ്. നല്ല ടേസ്റ്റാണ്. എന്തെങ്കിലും ഒരു മീൻ പൊരിച്ചോ അല്ലെങ്കിൽ ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മാക്സിമം മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. Thank you.